അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിലെ 24 അധ്യായമാണല്ലോ സൂറത്തു നൂറ്. അതിലെ 37 ആയത്ത് നമ്മളൊക്കെ ഒന്ന് വിരൽ വെച്ച് മനസ്സിരുത്തി വായിക്കേണ്ട ആയത്താണ്. നമ്മൾ ഖുർആനിലൂടെയാണല്ലോ ഇപ്പോൾ ഈ റമദാനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളുടെ വിശേഷണം പറയാൻ, ആ വിശേഷണം നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിലേക്ക് കയറി നിൽക്കാൻ ഈ റമദാൻ കൊണ്ട് നമുക്ക് സാധ്യമാകണം. എന്താണ് അള്ളാഹു പറയുന്നത് അറിയോ? റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇ സക്കാ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ചില ആളുകളുണ്ട്, അവർ എത്ര വലിയ കച്ചവടമാകട്ടെ, വ്യവഹാരങ്ങളാകട്ടെ, എന്തായാലും അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയെ തൊട്ടോ നമസ്കാരമോ തൊട്ടോ അല്ലെങ്കിൽ സക്കാത്ത് നൽകുന്നതിന് തൊട്ടോ ഒന്നും ഒരിക്കലും അവർക്കൊരു തടസ്സമാകില്ല എന്നാണ്. എത്ര വലിയ തിരക്കിലാണെങ്കിലും, എത്ര വലിയ ബിസിനസ്സിലാണെങ്കിലും, കച്ചവടത്തിലാണെങ്കിലും, ജോലിയിലാണെങ്കിലും, ആ ബാങ്ക് കേട്ടാൽ പിന്നെ പള്ളിയിലേക്കെത്താൻ മനസ്സ് കൊതിക്കുന്ന ചില ഹൃദയങ്ങൾ, ചില ആളുകളുണ്ട്. നമ്മളതിലാണോ? ആ അവസാന നിമിഷങ്ങളിലേക്ക് ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ആളുകളാണോ? അതല്ല, പള്ളി മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഹൃദയം പള്ളിയിലേക്ക് കൊതിക്കുന്ന, ഒന്നാമത്തെ സൊഫിലേക്ക് കൊതിക്കുന്ന അങ്ങനത്തെ ഹൃദയവും അല്ലാത്ത ഹൃദയവും വ്യത്യാസമില്ലേ? ജക്കാത്തിനെക്കുറിച്ച് കൃത്യമായി നമ്മുടെ ജക്കാത്ത് അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുന്ന ആളുകൾ, അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്റുകൾ സദാസമയവും ഉള്ള ആളുകൾ. എന്താണ് അതിന് കാരണം? അള്ളാഹു പറയുന്നത് അതാണ് പ്രധാനം. അത് സാധിക്കാർക്കേ ഉള്ളൂ. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അവരുടെ ഹൃദയം എപ്പോഴും ആ ഖിയാമത്ത് നാളിൻ്റെ ആ ഭയാനകമായ സാഹചര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അവർക്കൊരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും. അവർക്ക് ഭയമുണ്ട് ഖിയാമത്ത് നാളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. നിസാരമല്ലല്ലോ ഖിയാമത്ത് നാളിലെ രംഗങ്ങൾ, നമുക്കൊക്കെ അറിയുന്നതാണ്. അവിടുത്തെ നൃത്തം, അവിടുത്തെ പരീക്ഷണങ്ങൾ, പ്രവാചകന്മാരുടെ പോലും അവസ്ഥകൾ, ഇതൊക്കെ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് അവർക്ക് പള്ളിയിൽ നിന്ന് അകലാൻ സാധിക്കുക? എങ്ങനെയാണ് അവർക്ക് അവരുടെ കച്ചവടവും വ്യവഹാരങ്ങളും വലുതാവുക? കാരണം ആരുമില്ലാത്ത നമ്മൾ മാത്രം കിടക്കേണ്ട ആ ചെറിയ ഇടുങ്ങിയ ഖബറിൽ നമുക്ക് ബാക്കിയാകുന്നത് നമ്മുടെ നമസ്കാരവും നോമ്പും ഖുർആൻ പാരായണവും ദിക്റും സ്വലാത്തും കുടുംബബന്ധവും സ്വതക്കയും ഒക്കെയാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾ, യഥാർത്ഥ കച്ചവടവും യഥാർത്ഥ ലാഭവും എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരാൾ എങ്ങനെയാണ് ഈ ആയത്തിനെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാതിരിക്കുക? അതുകൊണ്ട് ഈ ആയത്തിൽ ജ്ഞാനമുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.